മുല്ലപ്പെരിയാറാണ് ഇപ്പോഴത്തെ ചർച്ച. മുല്ലപ്പെരിയാർ പൊട്ടുമോ? പൊട്ടും, ഉറപ്പായിട്ടും പൊട്ടും. പൊട്ടിയാൽ എന്താ സംഭവിക്കുന്നത്? ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവനും ജീവിതവും എല്ലാം ഇല്ലാതെയാവും. ഇത് ചില ജില്ലക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയല്ല, ഈ ജലമെല്ലാം കൂടെ ഒഴുകി കടലിലെത്തും. അത് വലിയൊരു സുനാമി ആയിട്ട് തിരിച്ചടിക്കും. എല്ലാ ജില്ലക്കാർക്കും ബാധകമാണിത്. ഏകദേശം 3 ലക്ഷത്തോളം ആൾക്കാർ മരണപ്പെടും. 3 ലക്ഷത്തിൽ അധികം ആൾക്കാർ മരണപ്പെടാനും സാധ്യതയുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഇതാണ് സംഭവം. നമുക്കറിയാം, മുല്ലപ്പെരിയാറിന്റെ സ്ഥിതി ഓരോ ദിവസം കഴിയും തോറും ഭയങ്കരമായിട്ട് ദാരുണമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഏകദേശം 129 വർഷം പഴക്കമുള്ള ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു മുല്ലപ്പെരിയാർ സേഫ് ആണെന്ന് പറഞ്ഞു. അത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ മുല്ലപ്പെരിയാറിന്റെ അവസ്ഥ വളരെ ദാരുണമായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതിന് അടിയന്തരമായ ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ കണ്ടെത്തേണ്ടത് നമ്മൾ മലയാളികളുടെ ഒന്നടങ്കം ആവശ്യമാണ്. കാരണം ഈ മുല്ലപ്പെരിയാറിനോട് അടുത്ത് തന്നെ അതിനൊരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ മറ്റൊരു ഡാം രൂപകൽപ്പന ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ വലിയൊരു വിപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? ഇതിന്റെ നിജസ്ഥിതി എന്താണ്? അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ആ അവസ്ഥ മാറ്റാൻ അല്ലെങ്കിൽ ഒരു പരിധിവരെ അത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെയുള്ള കാര്യങ്ങൾ അധികാരപ്പെട്ടവർ ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട അവസ്ഥയാണിത്. കാരണം കുഞ്ഞുകുട്ടി ആകാലവൃത്തങ്ങൾ എല്ലാവരും ഭയന്ന് വിറച്ചിരിക്കുന്ന സമയമാണിപ്പോൾ. ഈ വയനാട്ടിലുണ്ടായ ദുരന്തം, അതുപോലെ തന്നെ 2018 മഹാപ്രളയം, അതുപോലെ തന്നെ കോവിഡ് എന്ന് പറയുന്ന മഹാവിപത്ത്, അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവനും ജീവിതവും ഒക്കെ. മുല്ലപ്പെരിയാർ ഡാം പൊട്ടുകയാണെങ്കിൽ കേരളത്തിന്റെ 3/4 ഭാഗത്തോളം വെള്ളം കൊണ്ടു. പിന്നെ മനുഷ്യൻ എന്തുമാത്രം ഉണ്ടാകും ഈ ലോകത്തെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ഈ കേരളത്തിൽ എന്തുമാത്രം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഒരുപാട് രീതിയിലുള്ള മഹാവിപത്തിനെ നേരിട്ട് അതിജീവിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു ഭയാനകമായി നിൽക്കുന്നതാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. ആർക്കെന്ത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും സംഭവിക്കാം. നമുക്കത് ചെറുത്ത് നിൽക്കാൻ, ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് നമുക്കത് ചെറുത്ത് നിൽക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുകയല്ലേ വേണ്ടത്. അധികാരപ്പെട്ടവർ അതിനുവേണ്ടി മുന്നിലോട്ട് വരികയാണ് ചെയ്യേണ്ടത്. ഞങ്ങൾ ജനങ്ങൾക്കുണ്ടാകുന്ന ഭീതി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ നിജസ്ഥിതി എന്താണെന്ന് വ്യക്തമാക്കി തരേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്.